പവിത്രത്തിനകത്ത് തന്നെ ഇപ്പം ചേട്ടച്ചൻ, ഉണ്ണിമധുരം, അതുപോലത്തെ ചില നമ്മൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ചില പ്രയോഗങ്ങളുണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും ഉണ്ണിമധുരം സത്യത്തിൽ ഇപ്പൊ നമ്മളെ കൊണ്ട് പോകുന്ന എന്റെ മകനില്ലേ ശ്രീകാന്ത്, അവനുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഇവര് വളരെ കുഞ്ഞായിരിക്കുന്ന കാലത്ത് സ്കൂളിലൊക്കെ പോയിട്ട് വൈകുന്നേരം വരുമ്പോഴത്തേക്ക് അത് എനിക്ക് ഒന്ന് 1ാം ക്ലാസ്സിലാണോ എന്ന് വരെ എനിക്ക് സംശയമുണ്ട്. അപ്പൊ അതോ അതിന് മുമ്പായിരിക്കും. വരുമ്പോൾ വൈകുന്നേരം ഒരു 3 മണിയാകുമ്പോൾ ഈ ഓട്ടോയിൽ വന്നിറങ്ങിയ ഭയങ്കര വിശപ്പാണ്. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം പറഞ്ഞാൽ എൻ്റെ വൈഫില്ല, ഇതൊക്കെ അങ്ങ് ഭയങ്കര വെപ്രാളമാണ്. അപ്പോൾ ശ്രീകാന്ത് ഇവരെ കൂടെ വരും വല്ലതും കൊടുക്കണമെന്ന്. അപ്പോൾ ഇവരെന്തെങ്കിലും വെറൈറ്റികൾ ഈ പിള്ളേരെ കളിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസം കേസരി ഉണ്ടാക്കി. അത് മധുരവും പഞ്ചസാരയൊക്കെ നല്ലപോലെ വാവ് കാച്ചി അതൊക്കെ ഇട്ട് വന്ന് ആ സമയത്തിന് വെപ്രാളപ്പെട്ടുണ്ടായി വന്നപ്പോൾ ഇതങ്ങ് കരിഞ്ഞു പോയി. അപ്പോൾ അത് ഇവൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതെന്തോ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിനകത്ത് കശുവണ്ടിയും വേറെ ഏതാണ്ടൊക്കെ കൈ കിട്ടിയതൊക്കെ എനിക്കൊന്ന് ഉള്ളിയോ ഏതാണ്ടല്ല കൈ കിട്ടിയതെല്ലാം വാരി അതിനകത്തിട്ട് പെട്ടെന്ന് അതങ്ങ് വേറൊരു സംഭവമാക്കി മാറ്റി. അപ്പോൾ അതിനെന്തോ പേരിടാൻ പറ്റുമെന്നുള്ളതൊന്നും അറിയാൻ വയ്യ. അപ്പോൾ അങ്ങനെ വന്നു കയറിയ അവസരത്തിൽ ഇന്ന് കൊണ്ടുകൊടുത്തപ്പോൾ ഈ ഒരു കരിഞ്ഞ ഇതുമൊക്കെ നല്ല മധുരവും വേറെ ഏതാണ്ടൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റിലുള്ള സാധനം. അപ്പോൾ അതിൻ്റെ എന്തോ അതെന്ന് ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു ഇതൊരു പുതിയ തരം പലഹാരം അന്നേ പറഞ്ഞുള്ളൂ, ഇതുവരെ ഇതിന് പേരിട്ടിട്ടില്ല, ഞാൻ പേരിടണമെന്നൊക്കെ പറഞ്ഞാണ് ഇവർ കഴിച്ചത്. അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് എഴുതാതിരുന്നപ്പോൾ എനിക്കും തോന്നി അങ്ങനെ ഇങ്ങനെ പുകഞ്ഞു പോകുന്ന വർണ്ണത്തിനെ പെട്ടെന്ന് ഇങ്ങനെ ആക്കി മാറ്റിയ ഒരു ജീവിതാനുഭവം ഉണ്ടല്ലോ, അപ്പൊ അത് വെച്ചിടാം. പിന്നെ അതിലെ കഥാപാത്രത്തിന്റെ മോഹൻലാൽ ചെയ്യുന്ന കഥാപാത്രത്തിന്റെ പേര് ഉണ്ണി എന്നാണ്. അപ്പൊ ഉണ്ണി ഉണ്ടാക്കിയ മധുരം ഉണ്ണിമധുരം അതിന് അങ്ങനെ പേരിട്ടു. അതിന്റെ അടിസ്ഥാന ഊർജം ഈ സംഭവത്തിൽ നിന്നാണ്. അങ്ങനെയാണ് അപ്പൊ ഉണ്ണിമധുരം ഉണ്ടായത്.